വടകര ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ കാഫിർ സ്ക്രീൻഷോട്ട് വിവാദത്തിൽ പോലീസ് ഹൈക്കോടതിയിൽ സമർപ്പിച്ച അന്വേഷണ റിപ്പോർട്ടിൽ പരാമർശിക്കപ്പെട്ട ഡിവൈഎഫ്ഐ നേതാവ് റിബേഷ് രാമകൃഷ്ണൻ മുസ്ലിം ലീഗ് നേതാവ് പാറക്കൽ അബ്ദുള്ളക്ക് വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുകയാണ്. റെഡ് എൻകൗണ്ടേഴ്സ് എന്ന വാട്സാപ്പ് ഗ്രൂപ്പിന്റെ അഡ്മിനായ റിബേഷ് ആണ് കാഫിർ പോസ്റ്റ് ആദ്യമായി പോസ്റ്റ് ചെയ്തത് എന്നാണ് പോലീസിന്റെ അന്വേഷണ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത്. ഈ പോസ്റ്റ് എവിടെ നിന്ന് കിട്ടിയെന്നോ ആരുണ്ടാക്കിയെന്നോ ഉള്ള പോലീസിന്റെ ചോദ്യത്തിന് റിബേഷ് മറുപടി പറയാത്തതുകൊണ്ട് റിബേഷിന്റെ ഫോൺ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ്. ഈ വർഗീയ പോസ്റ്റ് ആദ്യമായി പ്രചരിപ്പിച്ചയാൾ എന്ന കൊടുങ്കുറ്റം ചെയ്ത റിബേഷിനെ പിണറായി പോലീസ് ഈ കേസിൽ സാക്ഷി മാത്രമാക്കി സംരക്ഷിച്ച് നിർത്തിയിരിക്കുകയാണ്. പക്ഷെ പൊതുസമൂഹത്തിന് മുന്നിൽ പോലീസിന്റെ റിപ്പോർട്ട് അനുസരിച്ച് ഈ വിവാദ പോസ്റ്റിന്റെ തുടക്കക്കാരൻ ഇതുവരെയുള്ള തെളിവനുസരിച്ച് റിബേഷ് മാത്രമാണ്. ആ പശ്ചാത്തലത്തിൽ പാറക്കൽ അബ്ദുള്ളയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് വളരെ സ്വാഭാവികമായ ഒന്നായിരുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അമ്പാടിമുക്ക് സഖാക്കളിൽ നിന്ന് തുടങ്ങി റെഡ് ബറ്റാലിയനിലെ അമൽറാം വഴി റെഡ് എൻകൗണ്ടർ ഗ്രൂപ്പിലെ റിബേഷ് വരെ എത്തി നിൽക്കുന്ന ഈ ചരടിന്റെ അറ്റം വെളിയിൽ വരും വരെ നോ കോംപ്രമൈസ്. കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയ ദേശാഭിമാനി ഒഴികെയുള്ള പത്രങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്ത കാര്യമാണ് പാറക്കൽ അബ്ദുള്ള ഈ പോസ്റ്റിലൂടെ പറഞ്ഞിരിക്കുന്നത്. ഈ ചരടിന്റെ അറ്റം വെളിയിൽ വരും വരെ നോ കോംപ്രമൈസ് എന്ന് മാത്രമേ മുസ്ലിം ലീഗ് നേതാവ് കൂട്ടിച്ചേർത്തിട്ടുള്ളൂ. അങ്ങനെ പോലും പറയാൻ പാടില്ലെന്നാണ് പിണറായി ഭരണത്തിന് കീഴിലെ ഡിഫിക്കാർ ഇപ്പോൾ പറയുന്നത്. പറയുക മാത്രമല്ല, അവർ പ്രവർത്തിച്ചും തുടങ്ങിയിരിക്കുന്നു. തനിക്കെതിരെ പ്രചാരണം നടത്തി സമൂഹത്തിൽ വേർതിരിവുണ്ടാക്കാൻ ശ്രമിച്ചു എന്നാണ് റിബേഷ് പാറക്കൽ അബ്ദുള്ളക്ക് അയച്ച വക്കീൽ നോട്ടീസിലൂടെ പറഞ്ഞിരിക്കുന്നത്. ആയതിനാൽ പാറക്കൽ അബ്ദുള്ള തന്നോട് പരസ്യമായി ഖേദം പ്രകടിപ്പിക്കണമെന്നും റിബേഷ് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. കാഫിർ സ്ക്രീൻഷോട്ടുമായി ബന്ധപ്പെട്ട പാറക്കൽ അബ്ദുള്ളയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് തനിക്ക് വലിയ അപമാനമായി എന്നും ഈ ഫേസ്ബുക്ക് പോസ്റ്റ് കാരണം തന്നെ ആളുകൾ തെറ്റിദ്ധരിച്ചു എന്നും കല്യാണത്തിനും മരണാനന്തര ചടങ്ങുകൾക്കും പോകുമ്പോൾ ആളുകൾ സംശയത്തോടെ വീക്ഷിക്കുന്നുവെന്നും റിബേഷ് വക്കീൽ നോട്ടീസിൽ വിവരിക്കുന്നു. 3 ദിവസത്തിനകം പരസ്യമായി ഖേദം പ്രകടിപ്പിച്ചില്ല എങ്കിൽ നിയമ നടപടി സ്വീകരിക്കുമെന്നാണ് നോട്ടീസിൽ റിബേഷ് വ്യക്തമാക്കിയിട്ടുള്ളത്. 3 ദിവസമല്ല, എത്ര ദിവസമെടുത്താലും മറുപടി അർഹിക്കാത്ത ഒരു വക്കീൽ നോട്ടീസാണ് തനിക്ക് ലഭിച്ചിരിക്കുന്നത് എന്നും 2024 ഏറ്റവും വലിയ തമാശയാണ് റിബേഷിന്റെ ഈ വക്കീൽ നോട്ടീസ് എന്നുമാണ് പാറക്കൽ അബ്ദുള്ള ഇത് സംബന്ധിച്ച് പ്രതികരിച്ചത്. താൻ പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല എന്നും CPM-ന്റെ ഇത്തരം ഒരുപാട് ഭീഷണികൾ നേരിട്ടിട്ടുണ്ടെന്നും പാറക്കൽ അബ്ദുള്ള പറയുന്നു. റിബേഷ് വക്കീൽ നോട്ടീസ് അയക്കേണ്ടത് തനിക്കല്ലെന്നും സംസ്ഥാനത്തെ ആഭ്യന്തരമന്ത്രിക്കും കാഫിർ സ്ക്രീൻഷോട്ട് വിവാദം അന്വേഷിച്ച വടകരയിലെ പോലീസിനുമാണെന്നും അബ്ദുള്ള വിവരിച്ചു. കാരണം പോലീസ് കോടതിയിൽ കൊടുത്ത അഫിഡവിറ്റിലാണ് റിബേഷിന്റെ പേരുള്ളത്. കോടതിയിൽ പോലീസ് കൊടുത്ത അഫിഡവിറ്റിൽ പറഞ്ഞതിൽ കൂടുതൽ ഒരു കാര്യവും താൻ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ എഴുതിയിട്ടില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു. ന്യൂസ് ഡെസ്ക് കലാകൗമുദി.